വളരാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? മിക്ക ആൾക്കാർക്കും ഇത് വിശ്വസിക്കാൻ ഇത്തിരി പാടായിരിക്കും അല്ലേ? അപ്പോൾ വിശ്വസിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ തെളിവ് സഹിതം കാണിക്കണത് കേട്ടോ. നമ്മുടെ ചാനലിൽ കട്ടൻ ചായയുടെ വിവിധ തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തതൊക്കെ തന്നെ നല്ല റീച്ച് 2 മില്യൺ 3 മില്യൺ അങ്ങനെ ആ ഒരു ലെവലിലേക്കാണ് ആ ഒരു വീഡിയോയുടെ റീച്ച് പോയിരിക്കുന്നത്. കാരണം അത്രമാത്രം റിസൾട്ടാണ് അതിനുള്ളത്. ഞാൻ മുടിയില്ലാതിരുന്ന സമയത്ത് മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് റെമഡീസൊക്കെ മാറ്റി മാറ്റി ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ തേയില വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ കെയർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ റിസൾട്ട് അത്രമാത്രമാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്വന്തം തേയിലപ്പൊടി ചായപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് തേയിലപ്പൊടിയാണോ അത് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ലീഫായിട്ട് ഇലയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പിടി ഇല എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എനിക്കിപ്പോൾ ഇലയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ തേയിലപ്പൊടി വീട്ടിയുടെ തേയിലപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുടി വളരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ തേയില വെള്ളം യൂസ് ചെയ്യുമ്പോഴും ഇതേ ഒരു രീതിയിൽ തന്നെയായിരുന്നു ചെയ്തത്. ഇലയൊന്നും എനിക്ക് കിട്ടാനില്ല. ഇതേ തേയിലപ്പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ മുടിയെ നന്നായിട്ട് ഷൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ മുടിയിൽ ഡ്രൈനെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉലുവയ്ക്കുണ്ട്. ഉലുവയും പേഴ്സണലി എൻ്റെ ഫേവററ്റ് ആണ്. അപ്പം ഞാൻ ഉലുവ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 5-6 തണ്ട് കറിവേപ്പില പിന്നെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. കാരണം എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഒരേപോലെ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കറിവേപ്പില. കാരണം ജലദോഷം, കോൾഡ് അങ്ങനെയുള്ള ഒരു പ്രശ്നമേ കറിവേപ്പിലയ്ക്ക് ഇല്ല. ഇപ്പോൾ ഈ ഉലുവയാണെന്നുണ്ടെങ്കിലും എല്ലാ ഹെയർ ടൈപ്പുകാർക്കും ഇത് 3ഉം സ്യൂട്ട് ആവും കേട്ടോ. പക്ഷെ കോൾഡ് വരുന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ ഇടുന്നത് കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിക്കാം. പിന്നെ കുറച്ചും ഒരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് അടുപ്പത്ത് കൊണ്ട് വയ്ക്കുക. അടുപ്പത്ത് കൊണ്ട് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇത് വെട്ടിത്തിളപ്പിക്കണം. 10-12 മിനിറ്റ് ആയാലും കുഴപ്പമില്ല, നല്ല പോലെ വെട്ടിത്തിളപ്പിക്കണം. അങ്ങനെ നമ്മൾ വെട്ടിത്തിളപ്പിക്കുമ്പോഴാണ് നമ്മുടെ തേയിലപ്പൊടിയുടെ ഗുണങ്ങളും ഉലുവയുടെ ഗുണങ്ങളും കറിവേപ്പിലയുടെ ഗുണങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുള്ളൂ. അങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങിയാലാണ് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ തിളപ്പിച്ചെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് പ്രോപ്പറായിട്ട് ചെയ്താലേ അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടയ്ക്കുള്ള തേയില വെള്ളമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് പുറത്തന്നെ വെക്കാം. ഒരു 1 വീക്ക് വരെ പുറത്തന്നെ ഇരിക്കും കേടുവരാതെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ അളന്ന് കാണിക്കാം. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, പക്ഷേ ഇത് 3/4 ഗ്ലാസ്സായി മാറിയിട്ടുണ്ട്. ഇനി ഇത് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വീക്ക്, ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വീക്സ് കൂടുതൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ആ ഒരു ക്വാണ്ടിറ്റി മാത്രം വെളിയിലെടുത്ത് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി എന്നും കിടക്കുന്നതിനേക്കാളും മുൻപായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് വകച്ചിലെടുക്കുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരേപോലെ നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ തലയോട്ടിയിൽ ഒരേപോലെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും ഒരേപോലെയുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഫുള്ളായിട്ട് സ്കാൽപ്പ് തലയോട്ടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അവിടെയും ഇവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാച്ചസ് ആയിട്ടായിരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. എല്ലാ ഭാഗത്തും ഒരേപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഏതൊരു ഹെയർ കെയർ ചെയ്യുന്ന സമയത്തും ഒരേപോലെ നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയണത്. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മസാജ് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പുമായിട്ട് അബ്സോർബ് ആവും. തലയോട്ടിയിൽ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ തലയോട്ടി ഈ ഒരു നീരിനെ അങ്ങോട്ട് വലിച്ചെടുക്കും. ഇങ്ങനെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ലൊരു ചേഞ്ചസ് എന്ന് വെച്ചാൽ നല്ലൊരു ചേഞ്ചസ് കാണാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായിട്ട് വളരും, മുടിക്ക് നല്ലതുപോലെ ലെങ്ത് വെച്ച് വളരും. മുടിയിലെ സ്പ്ലിറ്റൻസ്, ഡ്രൈനെസ്, താരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും
ഈ ഒരു രീതിയിലുള്ള ഹെയർ കെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുകയില്ല. ഇപ്പം നിങ്ങൾക്ക് വർഷങ്ങളായിട്ട്, ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് ഹെയർ ഗ്രോത്തേ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങളൊരു 1 വീക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയിപ്പോൾ രാത്രി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇത് നിങ്ങളുടെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് വെക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മുടി കഴുകിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും വരാനില്ല. ഞാൻ മുടി കഴുകാറേ ഇല്ല കേട്ടോ. രാത്രിയിൽ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ കഴുകും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിടും. കണ്ടില്ലേ, നല്ല രീതിക്ക് മുടി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെപ്പോഴും രാത്രി കിടക്കുമ്പോൾ മുടി അഴിച്ചിട്ട് കിടക്കരുത്. എപ്പോഴും പിന്നി മെടഞ്ഞ് വെച്ച് കിടക്കുന്നതായിരിക്കും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്തിന് നല്ലത് കേട്ടോ. അപ്പോൾ ലൂസായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പിന്നി മെടഞ്ഞ് കെട്ടിവെച്ചിട്ട് ഉറങ്ങുക. അപ്പോൾ ഇതേ ഒരു റൊട്ടീനിൽ നമുക്ക് ചെയ്യാം. രാവിലെയും രാത്രി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തൊക്കെയോ വളവളാന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണു. ഇനി ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കൂ. തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ ഞാൻ തന്നിരിക്കും. അപ്പോൾ ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ bye bye from Yamya.